പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റായിട്ട് ഒരു സൂചിക്ക് നൂലിട്ടിട്ട് സൂചിൻ്റെ ഉള്ളിലേക്ക് നൂലിട്ട് അതിൻ്റെ പിന്നെ ഒരു ഫസ്റ്റിൻ്റെ സ്റ്റിച്ച് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഹാൻഡ് സ്റ്റിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇന്ന്, ഹാൻഡ് സ്റ്റിച്ച്. അപ്പോൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ കാണിക്കാം. ഒരു നമ്മുടെ സൈഡ് ബോർഡർ ഉണ്ടല്ലേ, ഇപ്പോൾ ഒരു ഡ്രസ്സൊന്ന് പരിഞ്ഞു പോവും എന്തെങ്കിലും. അപ്പോൾ പരിഞ്ഞു പോയ ഡ്രസ്സിനെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ഫുള്ളായിട്ട്, ഇപ്പോൾ ഇത് 2 പീസുണ്ട്, അതിനെ രണ്ടിനെ ഒന്നയച്ച് വെച്ചിട്ട് ഈ സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതും പോലും അറിയാത്തവരുണ്ട്, ഹാൻഡ് സ്റ്റിച്ചും പോലും ചെയ്യാൻ അറിയാത്തവർ കുറേ ആൾക്കാരുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബേസിക് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ഈ സ്വീസ് ഹോം അക്കാഡമീൻ്റെ അണ്ടറിൽ ഈ ഫ്രീ ക്ലാസ് കൊടുക്കുന്നത് എന്തിനാണ്, ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത്. ചില ആൾക്കാർക്ക് നല്ലോണം അറിഞ്ഞിട്ടുണ്ടാവും ഇതെല്ലാം. അപ്പോൾ അറിഞ്ഞവർക്ക് ഇത് അത്ര ഒന്നും വിശേഷമായിട്ടുണ്ടാവില്ല ഇന്നത്തെ ക്ലാസ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് കാണിക്കുന്നത്. ബേസിക് പോലും ഒന്നും അറിയാത്തവരുണ്ടാവും, സൂചിൻ്റെ ഒരു കാര്യം അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഒരു നൂല്, ഇതൊരു സൂചി ഉണ്ടല്ലേ, ഈ സൂചിക്ക് ഇത് ഒരു നൂലിട്ടിട്ട് ഞങ്ങൾ ഉള്ളിലേക്കിട്ടിട്ട് സൂചീൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ സൂചിക്ക് നൂലിട്ടു. നൂലിട്ടിട്ട് നിങ്ങൾക്ക് എത്ര വേണം അത്ര അളവിലിടാം. ഇട്ട് ഇതിനെ കത്തിക്കൊണ്ട് കട്ട് ചെയ്ത് പിന്നെ ഇതിനൊരു നോട്ട്സ് ഇടാം. നോട്ട്സ് പറഞ്ഞാൽ അത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗട്ടിയായിട്ടൊരു നോട്ട്സ് ഇടാം. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് ഇതുപോലെ ഇങ്ങനെ 2 ഇതാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുന്നതാണ്. അപ്പോൾ ഒരു നോട്ട് വീണു. ഓക്കെ, നെക്സ്റ്റ് ഇത് ഒരു ഫാബ്രിക്കാണ് എൻ്റെ അടുത്തുണ്ട്. ഇത് ഞങ്ങൾക്ക് ഏത് ഫാബ്രിക്കും ഓക്കെയാണ് ഉള്ളത്. ഇങ്ങനെ 2 പീസ് എടുത്ത് ഇതിനെ ജോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഏതെങ്കിലും ഡ്രസ്സ് പറഞ്ഞു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോയിൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ മെഷീൻ ഉണ്ടാവില്ല. അപ്പോൾ ഹാൻഡിൽ ഞങ്ങൾ ഫസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് റണ്ണിങ് സ്റ്റിച്ചാണ്. ഈ റണ്ണിങ് സ്റ്റിച്ചിൽ ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. ഈ റണ്ണിങ് സ്റ്റിച്ചിലേക്ക് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകാം. അടുത്തടുത്തായിട്ട് ഇടണം റണ്ണിങ് സ്റ്റിച്ച്, അടുത്തടുത്തായിട്ട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ചെയ്യണം. ഇത് സ്ട്രൈറ്റായിട്ട് ഇതുപോലെ ഒരേ സൈസിൽ വരണമെങ്കിൽ ചില ആൾക്കാർക്ക് ഫസ്റ്റ് ചെയ്യുന്നവർക്ക് ഇത് വരില്ല. അപ്പോൾ അവർ ഒരു ലൈൻസ്, ഒരു പെൻസിലോ ചോക്ക് ഉണ്ടല്ലേ, ആ ചോക്ക് കൊണ്ടിട്ട് സ്കെയിലിൽ ഒരു ലോങ് ആയിട്ട് ഒരു ലൈൻ ഇട്ട് ആ ലൈനിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതുപോലെ ചെയ്യണം. ഇങ്ങനെ ഇട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ താഴോട്ടും മേലോട്ടും ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വലിച്ച് അതേപോലെ ലാസ്റ്റ് എൻഡിങ് വരെ ചെയ്യണം. ഈ എൻഡ് ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിനെ നീട്ടായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കണം.
പിന്നെ ഇതുപോലെ ഇങ്ങനെ വന്ന് പിന്നെ ഇത് ഞാനിപ്പോൾ കാണിച്ചു തന്നതുണ്ടല്ലേ, ഇതിനെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഇത് ചെയ്തു നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക്, നിങ്ങളിപ്പോൾ ഫ്രീ ക്ലാസ്സിലുണ്ടല്ലേ, ആ ഫ്രീ ക്ലാസ്സിലുള്ള ആരുടെ ഗ്രൂപ്പിലേക്കും നിങ്ങൾ അതിനെ അയച്ചു കൊടുത്താൽ നല്ലത്. ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ അത് ചെയ്ത് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊരു കാര്യമായി. ഇനി നെക്സ്റ്റ് ഇത് ഫോൾഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്ത സ്റ്റിച്ച് ഇതുപോലെ നീട്ടായിട്ടുണ്ടാവും. സെയിം ലെങ്ത്തിൽ ചെയ്താൽ ഇത് നീട്ടായിട്ടുണ്ടാവും ഹാൻഡിൽ ചെയ്യുമ്പോൾ. പിന്നെ ഇതിനെ ഇത് അടിഭാഗം, ഇത് മേൽഭാഗം, നമ്മുടെ മെയിൻ കാണുന്ന ഭാഗം, ഇത് ഉള്ളിലിടുന്ന ഭാഗം. ഈ ഉള്ളിൻ്റെ ഭാഗത്തിലേക്ക് ഈ 4 ഞങ്ങൾ കട്ടുണ്ടല്ലേ, ഈ സൈഡിൻ്റെ കട്ട്, ഇത് എണീച്ച് കാണുമല്ലേ. അപ്പോൾ ഈ 4 കട്ടിനെ ഇതുപോലെ 2 ഫോൾഡ് ചെയ്യണം. ഫസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു ഫോൾഡായി, പിന്നെ ഒരു ഫോൾഡാക്കണം, ഇനിയും ഒരു ഫോൾഡാക്കണം. നെക്സ്റ്റ് ഈ രണ്ടാമത്തെ സ്റ്റിച്ചിക്ക് പറയുന്നത് ഹെമ്മിങ് എന്നാണ്. ഇത് ഹെമ്മിങ് എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് ഞങ്ങൾ ഹെമ്മിങ് ചെയ്യുന്നത് സിംഗിൾ നൂലിലാണ്. ഇതിൽ ഡബിൾ ഉണ്ട്, സിംഗിളിൽ ഹെമ്മിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹെമ്മിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. അപ്പോൾ ഒരു സിംഗിൾ നൂൽ, ഇപ്പോൾ ഇതിൽ 2 ഉണ്ടല്ലേ, 2 ഉണ്ടാവുമ്പോൾ ഇതിൽ ഒന്ന് വേറെ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവും. ഇങ്ങനെ നടുവിൽ സൂചി ഉണ്ടാവും, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതിൽ നീള ലെങ്ത്ത് കുറേ ലെങ്ത്ത് എക്സ്ട്രാ ഉണ്ടല്ലേ, ലെങ്ത്ത് എക്സ്ട്രാ ആയിട്ട് വേണം. ഒരു സൈഡിൽ ഒരു നൂല്, ഒരു ത്രെഡ് ഷോർട്ടായിട്ട് വേണം ഇങ്ങനെ. അപ്പോൾ ലെങ്ത്ത് എക്സ്ട്രാ ഉണ്ടല്ലേ, നീളമുള്ള നൂലിന് ഇതൊക്കെ ഒരു